പുറപ്പാട് 26-ാം അധ്യായം. സാക്ഷ്യകൂടാരം. 10 വിരികൾ കൊണ്ട് നീ വിശുദ്ധ കൂടാരം നിർമ്മിക്കണം. നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളോടുകൂടി നെയ്തെടുത്ത നേർത്ത ചണവസ്ത്രം കൊണ്ടായിരിക്കണം വിരികൾ. കെരൂബുകളെ കൊണ്ട് വിദഗ്ധമായി അലങ്കരിച്ചതുമായിരിക്കണം. ഒരു വിരിയുടെ നീളം 28 മുഴവും വീതി 4 മുഴവുമായിരിക്കണം. എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരിക്കണം. 5 വിരികൾ ഒന്നോടൊന്ന് ചേർത്ത് തുന്നണം. അതുപോലെ മറ്റേ 5 വിരികളും. ആദ്യ ഗണം വിരികളിൽ ഒടുവിലത്തേതിൻ്റെ വക്കിൽ നീല നൂൽ കൊണ്ട് വളയങ്ങൾ തുന്നിച്ചേർക്കണം. അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും. ആദ്യത്തെ വിരിയിൽ 50 വളയങ്ങൾ ഉണ്ടാക്കണം. രണ്ടാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിലും 50 വളയങ്ങൾ ഉണ്ടാക്കണം. വളയങ്ങൾ ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലായിരിക്കണം. സ്വർണം കൊണ്ട് 50 കൊളുത്തുകൾ ഉണ്ടാക്കണം. ഇരുഗണം വിരികളും കൊളുത്തുകൊണ്ട് യോജിപ്പിക്കുമ്പോൾ അതൊരു കൂടാരമാകും. കൂടാരത്തിൻ്റെ മുകൾ ഭാഗം മൂടുന്നതിനായി ആട്ടിൻ രോമം കൊണ്ട് 11 വിരികൾ ഉണ്ടാക്കണം. ഓരോ വിരിക്കും 30 മുഴം നീളവും 4 മുഴം വീതിയുമുണ്ടായിരിക്കണം. 11 വിരികളും ഒരേ അളവിലായിരിക്കണം. 5 വിരികൾ യോജിപ്പിച്ച് ഒരു ഗണവും 6 വിരികൾ യോജിപ്പിച്ച് വേറൊരു ഗണവും ഉണ്ടാക്കുക. 6-ാമത്തെ വിരി കൂടാരത്തിൻ്റെ മുൻഭാഗത്ത് മടക്കിയിടുക. 1-ാമത്തെ ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ 50 വളയങ്ങളും 2-ാം ഗണം വിരികളിൽ അവസാനത്തേതിൻ്റെ വക്കിൽ 50 വളയങ്ങളും തുന്നിച്ചേർക്കുക. ഓടുകൊണ്ടുള്ള 50 കൊളുത്തുകളുണ്ടാക്കി അവ വളയങ്ങളിലൂടെ ഇട്ട് കൂടാരം ഒന്നായി യോജിപ്പിക്കുക. അവശേഷിക്കുന്ന ഒരു പകുതി വിരി കൂടാരത്തിൻ്റെ പിന്നിൽ തൂക്കിയിടണം. മേൽവിരിയുടെ നീളത്തിൽ ഓരോ വശത്തും അവശേഷിക്കുന്ന ഓരോ മുഴം ഇരുവശങ്ങളും മറയ്ക്കാനായി തൂക്കിയിടണം. ഊറയ്ക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൂടാരത്തിന് മൂടി ഉണ്ടാക്കണം. മൃദുലമായ തോലുകൊണ്ട് വേറൊരു ആവരണവും ഉണ്ടാക്കണം. കരുവേല മരത്തിൻ്റെ പലകകൾ കൊണ്ട് കൂടാരത്തിന് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും നീളം 10 മുഴവും വീതി 1.5 മുഴവും ആയിരിക്കണം. പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും 2 കുടുമകൾ വീതം വേണം. എല്ലാ പലകകളും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം. കൂടാരത്തിന് ചട്ടപ്പലകകൾ ഉണ്ടാക്കണം. തെക്കുവശത്ത് 20 പലകകൾ. 20 പലകകളുടെ അടിയിലായി വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടാക്കണം. ഓരോ പലകയുടെയും അടിയിലുള്ള 2 കുടുമകൾക്ക് 2 പാദകുടങ്ങൾ വീതം. കൂടാരത്തിൻ്റെ 2-ാം വശമായ വടക്കുവശത്തേക്കായി 20 പലകകൾ നിർമ്മിക്കണം. ഓരോ പലകയ്ക്കുമിടയിൽ 2 വീതം വെള്ളി കൊണ്ട് 40 പാദകുടങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാരത്തിൻ്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തേക്കായി 6 പലകകൾ നിർമ്മിക്കണം. കൂടാരത്തിൻ്റെ പിൻഭാഗത്തെ 2 മൂലകൾക്കായി 2 പലകകൾ ഉണ്ടാക്കണം. അവയുടെ ചുവടുകൾ അകന്നു നിൽക്കണം. മുകളിൽ അവ ഒരു വളയം കൊണ്ട് യോജിപ്പിക്കണം. 2 പലകകൾക്കും ഇപ്രകാരം തന്നെ. അവ രണ്ടും മൂലപ്പലകകളായിരിക്കും. അങ്ങനെ 8 പലകകളും ഓരോ പലകയുടെയും അടിയിൽ 2 വീതം വെള്ളി കൊണ്ടുള്ള 16 പാദകുടങ്ങളും ഉണ്ടായിരിക്കണം. കരുവേല മരം കൊണ്ട് അഴികൾ ഉണ്ടാക്കണം. കൂടാരത്തിൻ്റെ ആദ്യ വശത്തെ പലകകൾക്ക് 5 അഴികൾ വേണം. കൂടാരത്തിൻ്റെ 2-ാമത്തെ വശത്തുള്ള പലകകൾക്ക് 5 അഴികളും പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തുള്ള പലകകൾക്ക് 5 അഴികളും ഉണ്ടാക്കണം. നടുവിലെ അഴിപ്പലകകളുടെ മധ്യത്തിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തണം. പലകകൾ സ്വർണം കൊണ്ട് പൊതിയണം. അഴികൾ കടത്തുന്നതിന് അവയിൽ സ്വർണം കൊണ്ട് വളയങ്ങൾ നിർമ്മിക്കണം. അഴികളും സ്വർണം കൊണ്ട് പൊതിയണം. മലയിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയനുസരിച്ചാണ് കൂടാരം പണിയേണ്ടത്. പിരിച്ച നൂൽ കൊണ്ട് നെയ്തതും നീലം, ധൂമ്രം, കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ളതുമായ നേർത്ത ചണത്തുണി കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കണം. അതിൽ കെരൂബുകളെ തുന്നിച്ചേർക്കണം.
കരുവേല മരം കൊണ്ട് പണിത് സ്വർണം പൊതിഞ്ഞ 4 തൂണുകളിൽ അത് തൂക്കിയിടണം. തൂണുകളുടെ കൊളുത്തുകൾ സ്വർണം കൊണ്ടും പാദകുടങ്ങൾ വെള്ളി കൊണ്ടും നിർമ്മിക്കണം. തിരശ്ശീല കൊളുത്തുകളിൽ തൂക്കിയിട്ടതിനു ശേഷം സാക്ഷ്യപേടകം അതിനുള്ളിലേക്ക് കൊണ്ടുവരണം. ഈ തിരശ്ശീല വിശുദ്ധ സ്ഥലത്തുനിന്ന് ശ്രീകോവിലിനെ വേർതിരിക്കും. ശ്രീകോവിലിൽ സാക്ഷ്യപേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കണം. തിരശ്ശീലയ്ക്കു വെളിയിൽ മേശയും മേശയ്ക്കെതിരെ കൂടാരത്തിൻ്റെ തെക്കുവശത്ത് വിളക്കുകാലും സ്ഥാപിക്കണം. മേശ കൂടാരത്തിൻ്റെ വടക്കുവശത്തായിരിക്കണം. നേർമയിൽ നെയ്തതും നീലം, ധൂമ്രം, കടുംചുമപ്പ് എന്നീ നിറങ്ങളുള്ളതും ചിത്രത്തുന്നലാൽ അലങ്കൃതവുമായ ചണവസ്ത്രം കൊണ്ട് കൂടാരവാതിലിന് ഒരു യവനിക ഉണ്ടാക്കണം. ഈ യവനിക തൂക്കിയിടുന്നതിന് കരുവേല മരം കൊണ്ട് 5 തൂണുകൾ ഉണ്ടാക്കണം. അവ സ്വർണത്തിൽ പൊതിയണം. അവയ്ക്ക് സ്വർണ്ണക്കൊളുത്തുകളും ഓടുകൊണ്ടുള്ള 5 പാദക്കുടങ്ങളും ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനം.